ഹായ് ഫ്രണ്ട്സ്, ഹൃദ്യമായ സ്വാഗതം. കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇടത്തരം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു ചെറിയ സവാള, 3-4 ബീൻസ് എന്നിവയാണ്. ഇവയെല്ലാം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്തവയെല്ലാം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം രണ്ടാമത്തെ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം എപ്പോഴും കഷ്ണങ്ങളുടെ മീതെ ആവാൻ പാടില്ല, കഷ്ണങ്ങളുടെ താഴെ നിൽക്കുന്ന അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. കുക്കർ അടച്ചു വെച്ച് നമുക്ക് ആദ്യത്തെ 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എയർ പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുറന്നെടുക്കാം. ഇനി സമയപരിമിതി ഉണ്ടെങ്കിൽ അടുപ്പിച്ച് 2 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ എയർ കളഞ്ഞിട്ട് കുക്കർ തുറന്നെടുക്കാവുന്നതാണ്. അരപ്പ് തയ്യാറാക്കാനായിട്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായി അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരയാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. എയർ മുഴുവനും പോയ ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ കഷ്ണങ്ങളൊക്കെ വേകുകയും വേണം. അതാണ് വെജിറ്റബിൾ കറിയുടെ ഒരു കണക്ക്. നമുക്ക് ഈ കഷ്ണങ്ങൾ കുക്കറിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലുള്ള കംപ്ലീറ്റ് അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അരപ്പ് കഷ്ണങ്ങളുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. ഈ സമയം സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ ചൂടാവാൻ വയ്ക്കാം. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 3-4 കരയാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്പം ഏലക്കയും 1-2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. 1-2 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വെജിറ്റബിൾ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. ഈ കറി കാണാൻ നല്ല കളർഫുള്ളാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. മസാലകളൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കറി കൂടിയാണ്. ഫ്രണ്ട്സ്, അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൂരി, ചപ്പാത്തി, ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. കൂടെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്